ഹലോ നമസ്കാരം, ഷാനിഫാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ദിബ്ബ പോർട്ടിലാണ്. ദിബ്ബ പോർട്ട് വെച്ചാൽ ദിബ്ബ നമ്മളെ പൊന്നാനിയിലെ നമ്മളെ ഹാർബർ പോലെ ദിബ്ബയിലെ ഒരു ചെറിയ ഹാർബറിലാണുള്ളത്. പക്ഷേ ഇവിടെ മോർണിംഗ് മാത്രമല്ല കേട്ടോ, ഇവിടെ നൈറ്റൊക്കെ ഫിഷ്, വളരെ ഫ്രഷായിട്ടുള്ള ഫിഷ് അവൈലബിളാണ്. അപ്പോൾ ആ പോർട്ടിൻ്റെ ആ ഒരു ഭംഗിയും ആ കാഴ്ചകളും ഫിഷ് വിൽക്കുന്ന ആ ഒരു വീഡിയോസും ഒക്കെ കാണാം. ഇതാണ് ദിബ്ബയിലെ ഹാർബർ. ഭയങ്കര വൃത്തിയോടും സൗന്ദര്യത്തോടും കൂടി കാണാൻ കഴിയുന്ന ഒരു ഹാർബറാണ് ദിബ്ബ ഹാർബർ. ചെറിയ ചെറിയ ബോട്ടുകൾ, കപ്പലുകൾ ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. തിരക്കുകൾ ഇപ്പോൾ കുറവാണെങ്കിലും ഓരോ ദിവസവും ദിബ്ബയിലെ മലയാളികളും മറ്റ് രാജ്യക്കാരുമൊക്കെ മീനിൻ്റെ സ്വാദോടുകൂടി ഭക്ഷണം കഴിക്കണമെങ്കിൽ ദിബ്ബ ഹാർബറിൽ തന്നെ വരണം. രാത്രി എത്ര വൈകിയാലും നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു കാര്യം കൂടി ഈ ഹാർബറിനുണ്ട്. പിന്നെ ഏതൊക്കെ മീനാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടില്ല. കാരണം നാട്ടിൽ ഞാൻ കാണുന്ന മത്തിയും കൂന്തളും ചെമ്മീനും ഇതൊക്കെ തന്നെയാണ് എനിക്കറിയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മീനിൻ്റെ പേരൊന്നും എനിക്കവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞണ്ടുണ്ടെങ്കിലും ഞണ്ടിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ മാലാൻ, വലിയ മാലാൻ മീനുകളൊക്കെ കാണുന്നുണ്ട്. സ്രാവുണ്ട്. ഇരിക്കുന്ന മീനുകളിൽ 100% ഈ മീനുകളിൽ എനിക്കറിയാവുന്നത് ഒരു 50% മീൻ മാത്രമേ ഉള്ളൂ. ചില മീനുകൾ കണ്ടു കഴിഞ്ഞാൽ വളർത്തു മീനുകളാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയും സൗന്ദര്യമുണ്ട്, അത്രയും വൃത്തിയുണ്ട് ഈ മീനുകൾക്ക്. ഫ്രഷല്ലാത്ത മീനുകൾ ഈ ഹാർബറിൽ വിൽപ്പന നടത്താറില്ല. അതിൻ്റെ ഏറ്റവും വലിയ കാരണം നിങ്ങൾക്കറിയാലോ. അറബ് രാഷ്ട്രങ്ങളിൽ മീനിന് മാത്രമല്ല മറ്റ് എല്ലാ സാധനങ്ങളും വളരെ വൃത്തിയോടുകൂടി ബിസിനസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടി അറബ് രാഷ്ട്രങ്ങൾക്കുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളികളും മറ്റു ഭാഷക്കാരുമൊക്കെയായി നിരവധി പേർ ഈ സമയത്ത് മീൻ വാങ്ങാൻ വന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മീനുകളിൽ ഒരു 10 മീനിൻ്റെ പേര് മാത്രമേ എനിക്ക് അറിയുകയുള്ളൂ. ഇനി കാണുന്ന ഈ മീനുകളുടെ പേരുകളൊക്കെ പ്രേക്ഷകർ കാണുന്നവർ കമൻറ്റ് ചെയ്താൽ സന്തോഷം. സമയം നാട്ടിലെ ഏകദേശം രാത്രി 12 മണിയാണ്. ഗവൺമെൻറ് ഒരു പ്രൊസീജിയറോട് കൂടിയാണ് ദിബ്ബയിൽ ഈ മീൻ കച്ചവടം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും മീൻ വാങ്ങാൻ വന്നാൽ നല്ല ഫ്രഷ് മീൻ തീർച്ചയായിട്ടും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാ മലയാളികൾക്കും എല്ലാ ഭാഷക്കാർക്കുമുണ്ട്. രാത്രിയുടെ സൗന്ദര്യം, കടലിൻ്റെ പച്ചക്കളർ, മീൻ പിടിക്കാൻ പോകുന്ന ചെറിയ ചെറിയ ബോട്ടുകൾ ഇപ്പോഴും നമുക്ക് നല്ല സൗന്ദര്യമായി തന്നെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഒരു സന്തോഷം. ഈ സമയത്തുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഫ്രഷ് മീൻ കിട്ടുക ഒരു രക്ഷയില്ല. അതൊക്കെ കാണേണ്ട കാഴ്ചയാണ്. മീൻ കച്ചവടം മാത്രമല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആവശ്യക്കാർക്ക് അത് വൃത്തിയായി വെട്ടി കഷ്ണമാക്കി കൊടുക്കുന്ന ഒരു കാര്യം ഇവിടെ നടന്നു പോകുന്നുണ്ട്. അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കട്ടിംഗ് പണിക്കാരുമുണ്ട്. നല്ല വൃത്തിയോടുകൂടിയുള്ള കട്ടിംഗ് കണ്ടപ്പോൾ കുറച്ചു നേരം അത് നോക്കി നിൽക്കാനൊരു ആഗ്രഹം. അത്രയ്ക്കും വളരെ വൃത്തിയോടും സൗന്ദര്യമായ കട്ടിങ്ങുമായിരുന്നു എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇവിടെയുള്ള ജോലിക്കാർ മറ്റു ഭാഷക്കാരാണെങ്കിലും മലയാളം കുറച്ചൊക്കെ അറിയുന്ന ജോലിക്കാരാണ് ഇവിടെയുള്ള എല്ലാ സുഹൃത്തുക്കളും. മീൻ വാങ്ങിക്കഴിഞ്ഞാൽ അത് വൃത്തിയായി വെട്ടി നമ്മളെ കയ്യിലേക്ക് തന്നാൽ വീട്ടിൽ പോയി നേരെ കഴുകി വൃത്തിയാക്കി ചട്ടിയിലേക്ക് ഇട്ടാൽ മതി. ഏറ്റവും കൂടുതൽ ഫ്രഷ് മീനുകൾ കിട്ടുന്നത് കൊണ്ട് തന്നെ ദിബ്ബയിലെ പല ഹോട്ടലുകളിലും നല്ല ഫ്രഷ് ഫിഷ് ഫ്രൈകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയുള്ള എല്ലാ ഹോട്ടലുകളും ഏറ്റവും കൂടുതൽ ഫിഷ് ഡിഷുകളാണ് കാണാറുള്ളത്. അതിൻ്റെ ഉദാഹരണം ദിബ്ബയിലുള്ള
ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മീനുകൾ ഇത്രയും ഫ്രഷായും ഇത്രയും വൃത്തിയോടുകൂടെ കിട്ടുന്ന മറ്റൊരു സ്ഥലം ഇല്ല എന്ന് തോന്നിപ്പോകും നമുക്ക് ഈ ഒരു അടുക്കും ചിട്ടയും ഒക്കെ കണ്ടാൽ. എന്തായാലും ഒരിക്കലെങ്കിലും UAEയിൽ വരുന്ന മലയാളികൾ അല്ലെങ്കിൽ വിസിറ്റിങ്ങിന് വരുന്ന ടൂറിസം ഒക്കെ ആയി വരുന്ന സൗഹൃദങ്ങൾ ഒരിക്കലെങ്കിലും UAEയിൽ വരുമ്പോൾ ദിബ്ബയിലെ ഈ ഒരു ഹാർബർ കാണാൻ ശ്രമിക്കുക. അത് രാത്രി എത്ര വൈകിയാണെങ്കിലും ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ദിബ്ബ ഹാർബറിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും. നമ്മൾ കാണാത്ത മീനുകൾ, കടലിനടിയിലെ നമ്മൾ കാണാത്ത മീനുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഈ ഹാർബറിലൂടെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു. പ്രിയ കൂട്ടുകാരൻ ഹാഷിംകയുടെ കൂടെയായിരുന്നു ഞാൻ ഈ വ്ളോഗിന് വേണ്ടി പോയത്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ മലയാളികൾ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന മീനുകൾ വരെ ഇവിടെ ഈ ഹാർബറിൽ വിറ്റുപോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോയി എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മീനിൻ്റെ ഫ്രഷ്നെസ്സൊക്കെ കണ്ടില്ലേ? ഭയങ്കര ഫ്രഷായിട്ടുള്ള മീനാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു സിസ്റ്റം അറിയാലോ. അതുപോലെ തന്നെ ഈ ഒരു സമയത്തും ഒക്കെ ഇപ്പോൾ നാട്ടിൽ ഏകദേശം രാത്രി 12 മണിയായിരിക്കും തോന്നുന്നു. ഈ സമയത്തും ഇവിടെ മീൻ വാങ്ങാനുള്ള ആ ഒരു തിരക്കും മീനിൻ്റെ ആ ഫ്രഷ്നെസ്സും ഒരു രക്ഷയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.